എഴുന്നേൽക്കാൻ പോലും പറ്റാതെ എന്നെ നോക്കാൻ എൻ്റെ മോന് എനിക്ക് ചെറിയ ശമ്പളമല്ലേ തരുന്നുള്ളൂ. എന്നാ ചേട്ടാ അതുകൊണ്ട് എവിടെയാണ് നിന്റെ കാര്യങ്ങൾ? സാരമില്ല. ഞാൻ ഓനോട് പറഞ്ഞു എന്തെങ്കിലും ഇത്ര കൂട്ടിത്തരാൻ വേണ്ടി പറയാ. അത് ആവശ്യമില്ല ചേട്ടാ. ഒന്നാമത് ഞാൻ ഇതൊരു സേവനമായിട്ട് മാത്രമല്ല ചേട്ടൻ കിടപ്പിലായതുപോലും ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കൂടി. അല്ല അങ്ങനെയല്ല, അതായത് ഈ ചേട്ടനെ നോക്കുന്ന വകയിൽ എൻ്റെ ചുറ്റിക്കളികളും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ചേട്ടൻ്റെ കാലേ ഞാൻ ശരിയാക്കി നടത്തിക്കും. ചേട്ടാ ചേട്ടാ ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യ, ഞാനും ഇവളും. പിന്നെ ഞാൻ പറഞ്ഞ സാധനം ആ മേശപ്പുറത്ത്, അതായത് 6 ബെൽജിയം ഗ്ലാസ്, പ്രഷർ കുക്കർ, വൈൻ ഗ്ലാസ്, തവ, വുഡൻ തവ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേഗം എടുത്തിട്ട് പോയിക്കോ. പിന്നെ നിനക്ക് ആ നന്ദി കിട്ടിയില്ല. ഒന്നും ഞാൻ വന്നു. ചേട്ടാ നീ പണ്ടേ പറഞ്ഞ ഇൻഡക്ഷൻ കുക്കർ, പിന്നെ ഇസ്തിരിപ്പെട്ടി, വേറെ എന്താ വേണ്ട, ഞാൻ എന്താ തരാത്തിരിക്ക്. പക്ഷെ നീ എന്നെ കാര്യമായിട്ട് ഗവനിക്കുന്നില്ല ചേട്ടാ. അയാൾക്ക് അനങ്ങാൻ പറ്റും, ഞാൻ പറഞ്ഞില്ലേ. ഇനി ഒന്ന് എൻ്റെ മോനെ വീഡിയോ കോൾ വിളിച്ചാ. എന്താ വിളിക്കാലോ. ഹായ് ഡാഡി, സുഖല്ലേ? ആ മോനെ. ആ ചേട്ടാ, ഓ ഇതൊക്കെയുണ്ട്. ഓക്കെ. എനിക്കെന്ത് സുഖം. ഇപ്പൊ സുഖം മുഴുവൻ ഇവനല്ലേ. മോനെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ എണീറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ഇവനെ ഞാൻ പണ്ടങ്ങനെ അടിച്ച് കായ്ച്ചിട്ടുണ്ടാവും. മോനെ, അച്ഛൻ ഇപ്പം പിച്ചും പെയ്യും പറയുന്നു വല്ലാണ്ട്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ എല്ലാം ഏറ്റ് ശരിയാക്കിയിരിക്കും. ഓക്കെ. നിങ്ങളോട് ഇത് പറയാനുള്ള കാര്യം, മര്യാദയ്ക്ക് നിന്നാൽ കുറച്ച് കാലം കൂടി ജീവിക്കാം. മര്യാദയ്ക്ക്. എടി, ഞാൻ അലമാര തുറക്കാൻ പഠിച്ച പണി 18 നോക്കി, കഴിയുന്നില്ല. ഈ ഒരു കാര്യം ചെയ്യാം, ഒരു ഗുഡ്സ് പിടിച്ചിട്ട് അലമാര മൊത്തം കൊണ്ടുപോയി. അതിലാണോ പണ്ടോ പണോ ഒക്കെ ഉള്ളത്? അതില്ല, പണ്ടോ പണോ ഉള്ളത്. വേഗം നോക്കാം. പെട്ടെന്ന്. അയ്യോ, അടി കൊണ്ടെങ്കിലും നിങ്ങൾ ഇവിടം വരെ വന്ന് നടന്നല്ലോ, സന്തോഷമായി. നിങ്ങൾ സാധനം ഒന്നും എവിടെയും പോയിട്ടില്ല, അടുത്ത റൂമിൽ ഭദ്രമായി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെ നടത്തിക്കാൻ വേണ്ടി ഞാനും ഭാര്യയും നിങ്ങളെ മോനും കൂടി നടത്തിയ നാടകം. നിങ്ങളെ മോനും കൂടി നടത്തിയ